നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിന് ഇനി 3 ദിവസങ്ങൾ. എല്ലാ ടീമുകളും അവരുടെ പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൂർണമെൻറ്റിന് മുമ്പായിട്ട് ഓരോ ടീമുകളെയും അനലൈസ് ചെയ്യുന്ന വീഡിയോ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ട് ഓൾറെഡി ഇന്ത്യ, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ ടീമുകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സൗത്ത് ആഫ്രിക്കൻ ടീമിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ സൗത്ത് ആഫ്രിക്കക്ക് സന്നാഹ മത്സരമുണ്ട്. സന്നാഹ മത്സരത്തിൽ അവർ നമ്മുടെ ടീമിനെയാണ് നേരിടുന്നത്. രാത്രി 7 മണിക്ക് DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് ആ കളി. എന്നാലും അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പ് മത്സരങ്ങളായി. സൗത്ത് ആഫ്രിക്കയുടെ ഗ്രൂപ്പിലെ ഫിക്സ്ചേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യ കളി അവർ കളിക്കുന്നത് ഫെബ്രുവരി 9 അഹമ്മദാബാദിൽ കാനഡയ്ക്കെതിരെയാണ്. രണ്ടാമത്തെ കളി അവർ കളിക്കുന്നത് ഫെബ്രുവരി 11 അഹമ്മദാബാദിൽ അഫ്ഗാനിസ്ഥാനെതിരെയാണ്. മൂന്നാമത്തെ കളി ഫെബ്രുവരി 14 അഹമ്മദാബാദിൽ ന്യൂസിലാൻഡിനെതിരെയാണ്. നാലാമത്തെ കളി ഫെബ്രുവരി 18 ഡൽഹിയിൽ UAEക്കെതിരെ. ഇതാണ് അവരുടെ ഒരു ഷെഡ്യൂള്. ഇനി സൗത്ത് ആഫ്രിക്കയെക്കുറിച്ച് എല്ലാ ICC ടൂർണമെൻറ്റുകൾ വരുമ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമില്ലേ, അവരുടെ കന്നി കിരീടത്തിനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് വരുന്നു. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ തുടക്കകാലത്ത് മിനി വേൾഡ് കപ്പ് എന്നൊക്കെ പേരുള്ള ഘട്ടത്തിൽ അവർ നേടിയിട്ടുണ്ട് എന്നതൊഴികെ പിന്നെ ഒന്നും അവരങ്ങനെ നേടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ WTCയിൽ അവർ കിരീടം ചൂടി. അപ്പോൾ റെഡ് ബോൾ ക്രിക്കറ്റിൽ അവരത് നേടിക്കഴിഞ്ഞു. ഇനി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത് എത്രത്തോളം സാധ്യമാവും, പ്രത്യേകിച്ച് T20യിൽ അവരുടെ സമീപകാല ഫോം അത്ര മികച്ചതല്ല എന്ന കാര്യം കൂടി നോക്കണം. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് അവർ കുതിച്ചെത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവർ ആ കിരീടത്തിലേക്ക് എത്തിയെന്ന് തോന്നിച്ച ഘട്ടമാണത്. ബാർബഡോസിൽ അവർ വലിയ രൂപത്തിൽ മുന്നോട്ട് വന്നു. 8 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് അവർ വരുന്നു. ഫൈനലിൽ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ 177 ചേസ് ചെയ്യുകയാണ്. 151-4 എന്ന നിലയിൽ അവർ 17ാമത്തെ ഓവറിൽ അവർ കിരീടം കൊണ്ടുപോയി എന്ന് നമ്മൾ കരുതിയ നിമിഷങ്ങളിലാണ് ഇന്ത്യൻ ടീമിൻ്റെ മാജിക്കൽ പെർഫോമൻസ് കണ്ടതും അടുത്ത 23 പന്തുകളിൽ 17 റൺസിന് അവരുടെ 4 വിക്കറ്റുകൾ വീണു പോകുന്നതും അവരുടെ ടീം അങ്ങ് പരാജയപ്പെടുന്നതും. അപ്പോൾ ആ ഓർമ്മകളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അന്നത്തെ ആ 15 മെമ്പർ സ്ക്വാഡിലെ 9 പേര് ഇത്തവണയും വരുന്നുണ്ട്. പുതിയൊരു കോച്ചിന് കീഴിൽ ഷുക്രി കൊണാഡ് അവരുടെ കോച്ചായി വന്നതിന് ശേഷം അവരുടെ ക്യാപ്റ്റൻ T20I ലീഡർ എയ്ഡൻ മാർക്രം. ഓൺ പേപ്പർ അവർ അതിശക്തമായിട്ടുള്ള സ്ക്വാഡ് തന്നെയാണ്. മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്, ഒരുപാട് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട്, മാർക്കോ യാൻസനെ പോലെയുള്ള ഓൾറൗണ്ടർ ഉണ്ട്. അങ്ങനെ മികച്ച ഒരു സ്ക്വാഡും കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ അവരുടെ റീസെൻറ്റ് ഫോം അത്ര നല്ലതല്ല. കൊണാഡ് അവരുടെ കോച്ചായി വന്നതിന് ശേഷം സൗത്ത് ആഫ്രിക്കയുടെ T20I ഫോം നോക്കുക. ദേ ഫെയിൽഡ് ടു വിൻ എനി ഓഫ് ദി 6 സീരീസ് they played between July and December last year. കഴിഞ്ഞ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ അവർ കളിച്ച 6 T20I സീരീസുകൾ ഒന്നുപോലും അവർ വിജയിച്ചില്ല. അതിൽ ഇന്ത്യക്കെതിരെ 3-1 തോറ്റതും ഉൾപ്പെടും. അപ്പോൾ അതാണ് അവരുടെ നിലവിലെ ഒരു ഫോം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അവർക്ക് ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഘട്ടത്തിൽ അവർ നമീബിയോട് തോൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നമുക്കറിയാമല്ലോ, ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ടല്ല അവരിറങ്ങിയത്. ദെൻ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് ഓൾമോസ്റ്റ് ഫുൾ സ്ട്രെങ്ത്തുമായിട്ട് അവർ ഇറങ്ങുകയുണ്ടായി. ഈ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള സീരീസ് അത് 2-1 അവർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പ് അവർ ഫൈനലെത്തിയ വേൾഡ് കപ്പില്ലേ, അതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിനോട് 3-0 എന്ന രൂപത്തിൽ പരാജയപ്പെട്ട ടീമായിരുന്നു പിന്നീട് കുതിച്ചുയർന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഈ സമീപ ഫോം നോക്കണ്ട, വേൾഡ് കപ്പ് എത്തുമ്പോൾ കാര്യങ്ങൾ മാറിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും ഇരിക്കുന്നത്. അപ്പോൾ എൻട്രിക് ക്ലാസൻ അദ്ദേഹം ഇല്ല. പക്ഷേ സൗത്ത് ആഫ്രിക്കക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നും അതുകൊണ്ടില്ല. കാരണം ഡെവൽഡ് ബ്രവിസ് പുതിയ 360. സോ ഡെവൽഡ് ബ്രവിസ് അവിടെയുണ്ട്. അത് ടീമിന് നൽകുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിലുള്ള ടോപ്പ് ഓർഡർ ബാറ്റർമാരുണ്ട്. പിന്നെ ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, ജെയ്സൺ സ്മിത്ത് ഇങ്ങനെയുള്ളവരുണ്ട്. ഇതെല്ലാം ടീമിന് ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാർക്കോ യെൻസൻ അവരെ സംബന്ധിച്ചിടത്തോളം
ഒരു ട്രംപ് കാർഡാണ്. ഇന്ത്യൻ കണ്ടീഷനുകളിൽ അദ്ദേഹത്തിന് മിന്നും പ്രകടനം നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ടീമിനൊരു ബൂസ്റ്റിംഗ് എന്ന രൂപത്തിൽ പറയാനുള്ളത് ഡേവിഡ് മില്ലറുടെ മടങ്ങിവരവാണ്. ഡേവിഡ് മില്ലർ ടൂർണമെൻറ്റിന് മുമ്പ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി, SA-20 പരിക്ക് പറ്റി, അദ്ദേഹത്തിന് ടൂർണമെൻറ്റ് നഷ്ടമായേക്കും, നമ്മുടെ T20 വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് നഷ്ടമായേക്കും എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറിക്കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാം. അദ്ദേഹം ഇന്ത്യയിലെത്തുന്നു, അദ്ദേഹം ഇന്ത്യയിൽ കളിക്കുന്നു. വേൾഡ് കപ്പിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാവും എന്നുള്ളത് അവർക്കൊരു ബൂസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്ക്വാഡ്, മികച്ച സ്ക്വാഡ് അവർക്കുണ്ട്. പക്ഷേ ഓൺ പേപ്പർ മികച്ച സ്ക്വാഡ് ഉള്ളതുകൊണ്ട് മാത്രം വേൾഡ് കപ്പ് കിരീടം കിട്ടില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. സൗത്ത് ആഫ്രിക്കയുടെ ഒരു ബെസ്റ്റ് 11 ഈ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ QDK ആൻഡ് എയ്ഡൻ മൾക്രം ഓപ്പൺ ചെയ്താൽ റിയാൻ റിക്കിൾട്ടൺ, ഡേവൽഡ് ബ്രെവിസ്, ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, മാർക്കോ യെൻസൺ, കേശവ് മഹാരാജ്, കാഗിസോ റബാദ, ആൻഡ്രിക് നോർക്കിയ, ലുങ്കി എങ്കിയിടി. അപ്പോൾ മികച്ച ഒരു ഫസ്റ്റ് 11 നമുക്ക് പറയാൻ പറ്റും. ദെൻ റിസർവ്സ് നോക്കുകയാണെങ്കിൽ ജേസൺ സ്മിത്ത്, കോർബിൻ ബോഷ്, ജോർജ് ലിൻഡെ, ക്വന മപാക്ക. സോ മികച്ചൊരു സ്ക്വാഡുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് വെച്ച് അവരെത്രത്തോളം ഇത്തവണ കിരീടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ നമ്മളിതിൽ മറ്റൊരു കാര്യം കൂടി, ഇന്ത്യക്കെതിരെ ഇന്ന് സന്നാഹ മത്സരമുണ്ട്. അപ്പോൾ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടറിയാം. കാരണം ഇന്ത്യൻ കണ്ടീഷനുകൾ അവർക്ക് പരിചിതമാണ്. അപ്പം നേരത്തെ ഇന്ത്യയിൽ വന്ന് കളിച്ചതുമൊക്കെ ആയതുകൊണ്ട് ഈ ഡ്യൂയി കണ്ടീഷനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ലൊരു ഫൈറ്റ് നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൂടാതെ വേൾഡ് കപ്പിലും അവർ നല്ല രൂപത്തിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷയിലാണ് പ്രോട്ടീസിൻ്റെ ആരാധകർ. എന്തായാലും സൗത്ത് ആഫ്രിക്കയുടെ സ്ക്വാഡിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.